ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ പുഴുങ്ങിയ രണ്ട് മുട്ട വെച്ചിട്ട് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് മയോണീസ് എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാരിക്കോരി കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് ഓയിൽ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും നമുക്കൊരു പേടിയാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെ നമുക്ക് ഈ മയോണീസ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിത് 2 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലേ നമുക്കിത് എങ്ങനെയാണെന്ന് അറിയുള്ളൂ. അങ്ങനെ ഇതേ 2 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്ത് ഞാൻ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞക്കുരുവൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അങ്ങനെ മിക്സിയുടെ ചെറിയ ജാറാണ് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. മഞ്ഞൊക്കെ കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞ അടക്കം ചേർത്തിട്ട് ഇതേപോലെ മയോണീസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മക്കൾ എന്തായാലും മഞ്ഞ കഴിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ മഞ്ഞ ചേർത്തിട്ടില്ല, വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി, അപ്പോൾ 2 മുട്ടയിലേക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ വളരെ കുറച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. പിന്നെ നമ്മളിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, പിഴിഞ്ഞിട്ട്. പിന്നെ നമ്മളിതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഒട്ടും തന്നെ ഓയിൽ ചേർക്കാണ്ടാണ് നമ്മൾ ഈ മയോണീസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ 2 ടീസ്പൂൺ പാലാണ് കേട്ടോ. പിന്നെ പാലൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. തണുപ്പ് മാറിയതിൻ്റെ ശേഷം മാത്രം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചേർത്ത് ഞാൻ അതെല്ലാതും കൂടിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ അടിച്ചെടുക്കണേ, നല്ല ഫൈനായിട്ട് ക്രീമി ആയി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ അതേ മയോണീസ് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണീസാണ്. നമ്മൾ ഒട്ടും തന്നെ ഇതിലേക്ക് ഓയിൽ ചേർത്തിട്ടില്ല. മക്കൾക്ക് നമുക്ക് മന്തിയുടെ കൂടെ ആയാലും ബ്രെഡിൻ്റെ കൂടെ ആയാലും എന്തിനാ പറയുന്നത് നമ്മുടെ ബന്നീൻ്റെ കൂടെയൊക്കെ ആയാലും നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി മയോണീസാണ് കേട്ടോ. മറ്റേന്ന് വെച്ചിട്ട് നമ്മളതിൽ കുറേ ഓയിലൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും ഭയങ്കര ഒരു പേടിയാണ്. അവരാണെന്നുണ്ടെങ്കിൽ നല്ലോണം കഴിക്കും ചെയ്യും കേട്ടോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനം കൂടിയാണല്ലോ മയോണീസ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.